ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. 48 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പട്ടികയിൽ 24 പേർ മാത്രമാണ് ഒന്നാം ഘട്ടത്തിൽ മത്സരിക്കുന്നത്. അതേസമയം ബീഹാറിൽ പ്രചാരണം ശക്തമാക്കുകയാണ് BJP. പ്രധാനമന്ത്രി അടക്കം പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിനായി ബീഹാറിലെത്തും. വിവരങ്ങളുമായി ബീഹാറിലെ പട്നയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ആദ്യഘട്ട പട്ടിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്ന് എന്നിരിക്കെ വളരെ വൈകിയാണ് കോൺഗ്രസിന്റെ ഒരു പട്ടിക പുറത്തുവരുന്നത്, മഹാസഖ്യത്തിന്റെ പട്ടിക പുറത്തുവരുന്നത്. ഇപ്പോഴും തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. പൊതുവായ പ്രചാരണം എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ടി കെ. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണെങ്കിലും തർക്കങ്ങളൊക്കെ പരിഹരിച്ച ഇന്നലെ രാത്രിയോടുകൂടിയാണ് കോൺഗ്രസിന്റെ പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ 48 സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത്. അതിന്റെ ഒരു പ്രത്യേകത, ഈ 48 സ്ഥാനാർത്ഥികളിൽ ഒന്നാം ഘട്ടത്തിലേക്ക് മത്സരിക്കുന്നത് 24 പേർ മാത്രമാണ്. വനിതകളുണ്ട്. പുതുമുഖങ്ങൾക്കൊക്കെ ആ പട്ടികയിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഏറെ നീണ്ടുനിന്ന ചർച്ചകൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഇന്ന് ഈ സമയപരിധി അവസാനിക്കുമെന്നിരിക്കെ ഇന്നലെ രാത്രിയോടുകൂടി കോൺഗ്രസ് ഈ പട്ടിക പുറത്തുവിടുന്നത്. ഈ ചർച്ചകൾ നീണ്ടുപോയതിന് പിന്നാലെ രാഹുൽ ഗാന്ധി തന്നെ ലാലു പ്രസാദ് യാദവിനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. കൂടുതൽ സീറ്റുകൾ അനുവദിക്കണമെന്ന കോൺഗ്രസിന്റെയും ഇടതു പാർട്ടികളുടെയും ആവശ്യമാണ് ഈ ചർച്ചകൾ നീണ്ടുപോകാൻ ഇടയാക്കിയത്. 55 സീറ്റുകൾ വരെ നൽകുമെന്നായിരുന്നു RJD ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങൾക്ക് 60 മുതൽ 70 സീറ്റുകൾ വരെ ലഭിക്കണമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഒപ്പം തന്നെ കൂടുതൽ സീറ്റുകൾ നൽകണമെന്ന് ഇടതു പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ സഖ്യകക്ഷികളെയും ഒരേപോലെ ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്നായിരുന്നു ലാലു പ്രസാദ് യാദവ് അതിന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ചർച്ചകളൊക്കെ തന്നെ പരിഹരിച്ച ഇന്നലെ ഈ ചർച്ചയിലൂടെ കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിനുള്ള ഏറ്റവും അവസാന ദിവസമാണ്. സമയപരിധി ഇന്ന് അവസാനിക്കും. അതിനോടകം തന്നെ BJP സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇതിനോടകം ഒരു മേൽക്കൈമ BJP നേടിയിട്ടുണ്ട്. കാരണം അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ യോഗി ആദിത്യനാഥ് ബീഹാറിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അമിത്ഷാ എത്തും. പ്രധാനമന്ത്രി ഉൾപ്പെടെ 40 പേരടങ്ങുന്ന താരപ്രചാരകരുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് BJP. എല്ലാ മേഖലകളിലേക്കും എത്തി ഇതിനോടകം തന്നെ വികസനം ഉൾപ്പെടെയുള്ള സ്ട്രാറ്റജി എല്ലാ ആളുകളിലേക്കും എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് NDAയും മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ LJP ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളും ഇതിനോടകം തന്നെ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലേക്ക് കടക്കുകയാണ് ബീഹാർ. ശരി, വിനീത വിജി പട്നയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് കൂടി പ്രഖ്യാപിച്ചതോടുകൂടി ഏതാണ്ട് മത്സരചിത്രം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ബീഹാറിൽ വരുന്നുണ്ട്. പ്രചാരണം ഊർജിതമാക്കുകയാണ് മുന്നണികൾ. ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കിക്കൊണ്ടുള്ള പ്രചാരണത്തിലേക്ക് ബീഹാർ പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.